സോളാർ കേസിൽ പുതിയ വഴിത്തിരിവ്. സോളാർ കമ്മീഷൻ മുൻപാകെ അട്ടക്കുളങ്ങര ജയിൽ സൂപ്രണ്ട് ഹാജരാക്കിയത് തിരുത്തിയ ജയിൽ രജിസ്റ്റർ. സരിതയുടെ അമ്മയും ബന്ധുവും ജയിലിലെത്തിയ സമയം രജിസ്റ്ററിൽ തിരുത്തി. സരിത മൊഴി മാറ്റുന്നതിന് മുൻപ് ജയിൽ DGPയും ജയിലിലെത്തിയിരുന്നു. രജിസ്റ്ററിൽ കൃത്രിമം കാട്ടിയതിൽ സോളാർ കമ്മീഷൻ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോളാർ കമ്മീഷന് മൊഴി നൽകവെയാണ് അട്ടക്കുളങ്ങര വനിതാ ജയിൽ സൂപ്രണ്ട് നസീറ ബീവി വിസിറ്റേഴ്സ് ഇന്റർവ്യൂ രജിസ്റ്റർ ഹാജരാക്കിയത്. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ സരിതയെ പാർപ്പിച്ചിരുന്ന കാലയളവിലെ സന്ദർശക രജിസ്റ്ററാണ് ജയിൽ സൂപ്രണ്ട് കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയത്. രജിസ്റ്ററിലെ പല പേരുകളും കീറിയിരുന്നതായും ഏടുകളിൽ ചിലത് ഇളക്കി മാറ്റിയതായും വ്യക്തമായി. രജിസ്റ്റർ റീബൈൻഡ് ചെയ്തതാണെന്ന് സൂപ്രണ്ട് കമ്മീഷനെ അറിയിച്ചു. സരിതയുടെ സന്ദർശകരുടെ കാര്യത്തിൽ ജയിൽ ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ജയിൽ സൂപ്രണ്ടിന്റെ മൊഴിയിൽ വ്യക്തമായി. 2013 ജൂലൈ 27 സരിതയുടെ മാതാവ് ഇന്ദിരയും ബന്ധു ആദർശും സരിതയെ ജയിലിൽ സന്ദർശിച്ചപ്പോൾ ആദർശിന്റെ തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കിയില്ല. അത് ആദർശ് തന്നെ ആയിരുന്നോ എന്ന് തീർത്ത് പറയാൻ കഴിയില്ലെന്ന് സൂപ്രണ്ട് കമ്മീഷന് മൊഴി നൽകി. ഇവരുടെ സന്ദർശന സമയം തിരുത്തുകയും ചെയ്തിരുന്നു. അന്നു തന്നെയാണ് ജയിൽ DIG ഗോപകുമാറും ജയിലിൽ സന്ദർശനം നടത്തിയിരുന്നത്. ഇതിനുശേഷമാണ് സരിത മൊഴി മാറ്റിയത്. 2013 നവംബറിൽ ഫെനി ബാലകൃഷ്ണൻ, ബാഹുലയൻ എന്നീ അഭിഭാഷകരും സരിതയെ സന്ദർശിച്ചിരുന്നു. എന്നാൽ രജിസ്റ്ററിൽ ഈ വിവരം വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞതായി കണ്ടെത്തി. ഇത്തരത്തിൽ രജിസ്റ്ററിൽ നിരവധി തിരുത്തലുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് രജിസ്റ്റർ സൂക്ഷിക്കുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി കമ്മീഷൻ വിലയിരുത്തി. KM ഉമേഷ്, കൊച്ചി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ബാർ കോഴ കേസിൽ ധനമന്ത്രി KM മാണിക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് വെളിപ്പെടുത്തൽ. മാണി കോഴ ആവശ്യപ്പെടുന്നതിന്റെയും സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നതിന്റെയും ശബ്ദരേഖ മാണിക്ക് അനുകൂലമായി മൊഴി നൽകിയ ബാർ ഉടമകളുടെ പക്കലുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. പീപ്പിൾ അന്വേഷണ സംഘത്തോട് സ്വകാര്യ സംഭാഷണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിജിലൻസ് SP സുകേഷിനാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ബാർ കോഴ കേസിൽ KM മാണിക്കെതിരെ വ്യക്തമായ തെളിവുണ്ടെന്നാണ് വിജിലൻസ് SPയുടെ വെളിപ്പെടുത്തൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാൻ അങ്ങനെ ഈ പറഞ്ഞ ഈ ബാർ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ അടുത്ത് ഈ മൊഴി തരാൻ വന്നവരുണ്ടല്ലോ. അതെ മൊഴി തന്നതിന് ശേഷം ഈ മാണിക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കേരള കോൺഗ്രസുകാരുമായിട്ട് വിളിച്ച് അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആണല്ലേ. അവര് ഓട് നിൽക്കാതെ മാണിക്കാരുമായിട്ട് എന്തെങ്കിലും റെക്കോർഡ് വരെ അവരെ ഉണ്ടല്ലേ. അവരുടെ ഉണ്ടോ? ഉണ്ട്. അവരുടെ ഉണ്ട്. അതൊന്നും പുറത്തു വന്നിട്ടില്ലല്ലേ. ഇതിലൊന്നുമില്ല. ഈ മാണിക്കാർ സഹായിക്കാൻ നിൽക്കുന്ന അവരുടെ ഉണ്ടല്ലേ. ഉണ്ടുണ്ട്. അതുവരെ ഉണ്ട്. അവരുടെ എല്ലാവരും ഉണ്ട്. പിന്നെ നേതാക്കന്മാരുണ്ട്. അവരെ വിളിച്ച് സംസാരിച്ചിട്ട് അവര് പറയില്ല. എന്നിട്ട് അവർ പറഞ്ഞു സാറേ സാറ് വല്ല റെക്കോർഡ് ചെയ്യുന്ന ഞാൻ ഒരു തന്നൊക്കെ പറഞ്ഞത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് കടുത്ത സമ്മർദ്ദം നേരിട്ടിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്വകാര്യ സംഭാഷണത്തിൽ വെളിപ്പെടുത്തുന്നു. സത്യം പറഞ്ഞാൽ വേറെ നിങ്ങൾ പൊങ്ങത്തിന് ചില ആത്മഹത്യയെക്കുറിച്ച് അയ്യോ അതൊക്കെ എന്നെ കുറിച്ച് അത് സാറേ അത് അവരാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ. ഞാൻ അങ്ങനെ അവരെ ചില അത്ര ആത്മഹത്യയെക്കുറിച്ച് ഉള്ള പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ എത്ര പേര് കേരളത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. 6 മാസമായിട്ട് ഊണില്ല, ഉറക്കമില്ല, വീട്ടിൽ പോകാറില്ല. 10 മണി. തെളിവില്ലാത്തതിനാൽ മന്ത്രിക്കെതിരെ കേസെടുക്കാനാവില്ലെന്ന സർക്കാർ നിലപാടാണ് വിജിലൻസ് SPയുടെ വെളിപ്പെടുത്തലോടെ പൊളിയുന്നത്. പീപ്പിൾ ഇൻവെസ്റ്റിഗേഷൻ ടീം. പീപ്പിൾ ഫോളോ അപ്പ്. മന്ത്രി KM മാണിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ബാർ കോഴ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നതിന്റെ തെളിവാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. മുഖ്യമന്ത്രിയുടെ തിരക്കഥയ്ക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും കോടിയേരി വ്യക്തമാക്കി. ഇങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സമ്മർദ്ദത്തിലാക്കി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന വ്യക്തമായ തെളിവുകളാണ് ഒളിക്യാമറ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ ഫലമായി അന്വേഷണ ഉദ്യോഗസ്ഥന് ചില വിവരങ്ങൾ ശേഖരിക്കാനും കണ്ടെടുക്കാനും കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റ് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത് KM മാണി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാത്തതുകൊണ്ടാണ്. ഇതിൽ പ്രതിയായിട്ടുള്ള മാണിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ഇപ്പോൾ ലഭ്യമാകാതിരുന്ന വിലപ്പെട്ട വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ബാർ കോഴ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ സുകേശൻ പീപ്പിൾ TVയിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിൽ പൊട്ടിത്തെറിച്ച് KPCC പ്രസിഡന്റ് VM സുധീരൻ. വെളിപ്പെടുത്തൽ നടത്തുന്നവർ നേരിട്ട് വരട്ടെ എന്ന് VM സുധീരൻ പറഞ്ഞു. ഒളിക്യാമറയിലൂടെ പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കേണ്ടതില്ലെന്നും സുധീരൻ പറഞ്ഞു. പറയട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ നിങ്ങളോട് പറയട്ടെ, ഓപ്പണായിട്ട് പറയട്ടെ. അല്ലാതെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒളിക്യാമറ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റൂ? ഒളിക്യാമറയും ഒളിയുദ്ധവും നേരായ മാർഗമല്ല.
സ്ട്രെയിറ്റ്, നേരെ വരട്ടെ, നേരെ വരുമ്പോൾ കാണാം. അതാണ് അന്തസ്സ്, അതാണ് മര്യാദ, അതാണ് നിയമം. അല്ലാതെ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് മുന്നോട്ട് പോകാനാവൂ? ഒരു കാര്യത്തിൽ സംശയം വേണ്ട, ഇത്തരം കാര്യങ്ങളിലൊക്കെ കേരളത്തിലെ ജനങ്ങളെ ശിരസുയർത്തിക്കൊണ്ട് തന്നെ അന്തസ്സോടുകൂടി അഭിമുഖീകരിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് UDF ജനങ്ങളെ സമീപിക്കുന്നത്. അതേസമയം കേസിൽ സമ്മർദ്ദം ചെലുത്താനാണ് മന്ത്രി KM മാണി അധികാരത്തിൽ തുടരുന്നതെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ എക്സിക്യൂട്ടീവ് കവരുന്ന അവസ്ഥയാണ് ബാർക്കോഴ കേസിന്റെ കാര്യത്തിലുള്ളതെന്നും കാനം സൂചിപ്പിച്ചു. ജുഡീഷ്യറിയുടെ അവകാശം എക്സിക്യൂട്ടീവ് കവർന്നെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട്. ആദ്യം വിജിലൻസിൻ്റെ ലീഗൽ ഒപ്പീനിയന് വേണ്ടി അവരുടെ ലീഗൽ അഡ്വൈസർക്ക് കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഡയറക്ടർ വീണ്ടും ഇതിൻ്റെ നിയമോപദേശം തേടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാരോടെല്ലാം ചോദിച്ച് എത്ര മാത്രം താമസിപ്പിച്ചാലും ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ പ്രാഥമിക നിഗമനങ്ങൾ മാറ്റിയെഴുതാൻ സാധ്യമല്ല. അത് കോടതിയുടെ മുമ്പാകെ വരും. ആ കോടതിയുടെ മുമ്പാകെ വരുമ്പോൾ കോടതി തീരുമാനിക്കട്ടെ. എന്തിനാണ് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ വകുപ്പും ഒക്കെ ഈ കോടതിയെ ഭയപ്പെടുന്നത്? KM മാണിക്ക് അരുവിക്കരയിൽ വീണ്ടും വിലക്ക്. അരുവിക്കരയിൽ ഇന്ന് വൈകിട്ട് AK ആന്റണി പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് മാണിയെ ഒഴിവാക്കി. മാണിക്ക് പകരം PJ ജോസഫ് പരിപാടിയിൽ പങ്കെടുക്കും. നടപടി ആന്റണിയുടെ നിർദ്ദേശത്തെ തുടർന്നെന്നാണ് സൂചന. ഇന്നും നാളെയുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി 9 കേന്ദ്രങ്ങളിലാണ് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുക. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ KM മാണി പ്രചരണരംഗത്ത് സജീവമായാൽ UDF പ്രതിരോധത്തിലാകും എന്നതുകൊണ്ടാണ് ഒഴിവാക്കിയിരിക്കുന്നത്. അതേസമയം മറ്റെല്ലാ ഘടകകക്ഷി നേതാക്കളും മന്ത്രിമാരും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC അധ്യക്ഷൻ VM സുധീരൻ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ്, അനൂപ് ജേക്കബ്, ഘടകകക്ഷി നേതാക്കളായ NK പ്രേമേന്ദ്രൻ, MP വീരേന്ദ്രകുമാർ, A അസീസ്, ജോണി നെല്ലൂർ, CP ജോൺ, രാജൻ ബാബു എന്നിവരുടെ എല്ലാം പേരുകൾ ഇന്ന് UDF പുറത്തിറക്കിയ നോട്ടീസിലുണ്ട്. KM മാണിയെ മാത്രം ഒഴിവാക്കി നിർത്തുന്നതിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ശക്തമായ പ്രതിഷേധമുയരുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പായതുകൊണ്ട് സംയമനം പാലിക്കാനാണ് നേതാക്കളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, അരുവിക്കര. മാറ്റിവെച്ച അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷ അടുത്ത മാസം 25-ന് നടത്തുമെന്ന് CBSE. കഴിഞ്ഞ മെയ് 3-ന് നടത്തിയ പരീക്ഷ സുപ്രീംകോടതി ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ഓഗസ്റ്റ് 17-നകം ഫലപ്രഖ്യാപനം നടത്തണമെന്ന് സുപ്രീംകോടതി നേരത്തെ തന്നെ CBSEക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. CBSE മെയ് 3-ന് നടത്തിയ അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളെയും തുടർന്ന് സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു. പകരം പരീക്ഷ നടത്തി ഓഗസ്റ്റ് 17-നകം ഫലം പ്രഖ്യാപിക്കാൻ ഇക്കഴിഞ്ഞ 19-ന് സുപ്രീംകോടതിയുടെ അവധിക്കാല ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് CBSE അഖിലേന്ത്യാ തലത്തിൽ വീണ്ടും പ്രവേശന പരീക്ഷ നടത്തുന്നത്. അടുത്ത മാസം 25-ന് പരീക്ഷ നടത്തുമെന്ന് CBSE അറിയിച്ചു. സുപ്രീംകോടതി നൽകിയിരിക്കുന്ന സമയപരിധിയായ ഓഗസ്റ്റ് 17-നകം മൂല്യനിർണ്ണയം നടത്തി ഫലം പ്രഖ്യാപിക്കാനാണ് CBSE നീക്കം. ഒരിക്കൽ നടത്തിയ പ്രവേശന പരീക്ഷ വീണ്ടും വേഗത്തിൽ നടത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് നേരത്തെ CBSE സുപ്രീംകോടതിയിൽ വാദിച്ചിരുന്നു. പക്ഷേ ഇത് സുപ്രീംകോടതി അംഗീകരിച്ചിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇനി അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. അരുവിക്കരയിൽ പ്രചാരണം അവസാന റൗണ്ടിലെത്തിയതോടെ ആവേശം പാരമ്യത്തിലെത്തി. ദേശീയ നേതാക്കൾക്കൊപ്പം ചലച്ചിത്ര താരങ്ങളും കളത്തിലിറങ്ങിയതോടെ അരങ്ങ് കൊഴുത്തു. VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ റോഡ് ഷോ നാളെ നടക്കും. ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികളുടെ വാഹന പര്യടനം ഇന്ന് സമാപിക്കും. അങ്ങേയറ്റം വാശിയേറിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അരുവിക്കരയിൽ തെരഞ്ഞെടുപ്പ് രംഗം. പ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ കൊട്ടിക്കലാശത്തിന്റെ പ്രതീതിയാണ് മണ്ഡലത്തിലെങ്ങും. കാതടപ്പിക്കുന്ന ഉച്ചഭാഷണികൾ ഘടിപ്പിച്ച പ്രചാരണ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്നു. പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ മണ്ഡലത്തിലെങ്ങും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിനിടെ UDF ആര്യനാട് കവലയിൽ റോഡിന് കുറുകെ ആർച്ച് സ്ഥാപിച്ചത് വിവാദമായി. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പ്രമുഖ നേതാക്കളുടെ ഒരു നിര തന്നെ ഇന്ന് മണ്ഡലത്തിലുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി 2ാം ഘട്ട പ്രചരണത്തിനായി ഇന്ന് മണ്ഡലത്തിലെത്തും. വിതുരയിലാണ് ആന്റണി പങ്കെടുക്കുന്ന പൊതുയോഗം. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഇന്ന് വിതുരയിൽ LDF പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. കോടിയേരി ബാലകൃഷ്ണൻ അരുവിക്കരയിലും KR ഗൗരിയമ്മ ആര്യനാടും പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കും. സ്ഥാനാർത്ഥികളായ M വിജയകുമാർ ഉഴമലക്കലിലും ശബരിനാഥൻ വീരണകാവിലും O രാജഗോപാൽ കുറ്റിച്ചലിലും പര്യടനം നടത്തും. ന്യൂസ് ബ്യൂറോ, അരുവിക്കര.
കൊല്ലം തീരത്ത് കഴിഞ്ഞ 2 വർഷങ്ങളായി നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ജീവനക്കാരെ തീരത്തേക്ക് സുരക്ഷിതമായി മാറ്റി. കപ്പൽ മുങ്ങാനുള്ള സാധ്യത കൂടുതലാണെന്ന വിദഗ്ധ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോർട്ട് വകുപ്പ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. മുംബൈ സ്വദേശി ഹനുമന്ത റാവുവിന്റെ ഉടമസ്ഥതയിലുള്ള ഹൻസിത എന്ന മണ്ണുമാന്തി കപ്പലിന്റെ ഫോർപീക്കിലാണ് വെള്ളം കയറിയത്. കപ്പൽ മുങ്ങുകയാണെന്നും തങ്ങളെ രക്ഷപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കപ്പലിലെ ജീവനക്കാർ പോർട്ട് ഉദ്യോഗസ്ഥരുടെ സഹായം തേടുകയായിരുന്നു. തുടർന്ന് കോസ്റ്റൽ പോലീസ് 4 ജീവനക്കാരെയും കരയിലെത്തിച്ചു. ഹാർബർ, പോർട്ട്, മാരിടൈം ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട വിദഗ്ധ സംഘം നടത്തിയ അന്വേഷണത്തിൽ കപ്പലിന്റെ ഫോർപീക്കിൽ അപകടകരമാം വിധം 6 അടിയോളം വെള്ളം കയറിയതായി കണ്ടെത്തി. വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ കപ്പൽ മുങ്ങുമെന്ന് പോർട്ട് ഓഫീസർ എബ്രഹാം കുര്യാക്കോസ് പീപ്പിൾ ന്യൂസിനോട് പറഞ്ഞു. ഇവിടുന്ന് മറൈൻ മെക്കാനിക്കൽ എഞ്ചിനീയറും പോർട്ട് കൺസർവേറ്റർ ഉൾപ്പെടെയുള്ള ഒരു ടീം തന്നെ പോയിട്ട് നമ്മൾ ഷിപ്പിലുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. അവർ പറയുന്നതനുസരിച്ച് അതിൽ അല്പം വെള്ളം കയറിയിട്ടുണ്ട്. ആ വെള്ളം പമ്പ് ഔട്ട് ചെയ്ത് റിപ്പയർ ചെയ്യേണ്ടത് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള നടപടികൾ നമ്മൾ ഓണറുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാനുണ്ട്. അത് ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ. കപ്പലിൽ വെള്ളം കയറുക എന്ന് പറയുന്നത് അത് ഏതായാലും നിർത്തേണ്ട ആവശ്യമാണ്. അതേതായാലും അത് ചെയ്യേണ്ട അടിയന്തരമായിട്ട് അത് റിപ്പയർ ചെയ്യാനുള്ള നടപടികൾ ഓണറിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യും. അല്ല, അതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും. പ്രൈം റെസ്പോൺസിബിലിറ്റി അവരുടെയാണ്. കൊച്ചി, കൊല്ലം തുറമുഖങ്ങളിൽ പോർട്ട് ഫീസ് ഇനത്തിൽ ലക്ഷങ്ങൾ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് കഴിഞ്ഞ 2 വർഷമായി കപ്പൽ കൊല്ലം തീരത്ത് നങ്കൂരമിട്ടത്. 1 വർഷം മുമ്പ് ഹൻസികയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് അറ്റകുറ്റപ്പണി നടത്തി ഈ കപ്പലിൽ നിന്ന് ഇവിടുന്ന് പോയിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ കപ്പലിന് ഈ ദുർഗതി വരില്ലായിരുന്നു. കൊല്ലം കടലിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടൊപ്പം രാജ്കുമാർ. തന്റെ അക്ഷരശില്പം മുഖ്യമന്ത്രി കണ്ടിരുന്നുവെങ്കിൽ ശില്പം അശുദ്ധമായേനെന്ന ശില്പി കാനായി കുഞ്ഞിരാമൻ. കൊല്ലത്ത് പൂക്കാസയുടെ യോഗത്തിലാണ് കാനായിയുടെ പ്രതിഷേധം. പ്രതിഫലം വാങ്ങാത്ത തനിക്ക് 2 ലക്ഷം രൂപ നൽകി തന്നെ അപമാനിച്ചെന്നും കാനായി പറഞ്ഞു. കോട്ടയത്തെ അക്ഷരശില്പത്തെ അവഗണിച്ച മുഖ്യമന്ത്രിക്കെതിരെ അക്ഷരദീപം തെളിച്ചുകൊണ്ടാണ് പൂക്കാസ കൊല്ലത്ത് പ്രതിഷേധിച്ചത്. കാനായി കുഞ്ഞിരാമനെ കൊല്ലത്തെ സാംസ്കാരിക പ്രവർത്തകർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. തുടർന്ന് മറുപടി പറയുന്നതിനിടെയാണ് കാനായി മനസ്സ് തുറന്നത്. തന്റെ ശില്പത്തിന്റെ ഉദ്ഘാടനം പോലും രാഷ്ട്രീയവൽക്കരിച്ചു. പ്രതിഫലം വേണ്ടെന്നറിയിച്ചിട്ടും പണം തന്ന് അപമാനിച്ചു. സ്വന്തം ജില്ലയിൽ സ്ഥാപിക്കപ്പെട്ട അക്ഷരശില്പം കാണാൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ലെന്നും കണ്ടിരുന്നുവെങ്കിൽ തന്റെ ശില്പം അശുദ്ധമായനെന്നും കാനായി പ്രതികരിച്ചു. ഉമ്മൻചാണ്ടിയെ കൂട്ടി 2 ലക്ഷം രൂപ ഗിഫ്റ്റായിട്ട് വന്നു. ഞാൻ അപ്പോൾ തന്നെ അപ്സെറ്റ് ആയിപ്പോയി. സത്യമായിട്ട് എൻ്റെ സാധാരണ മറ്റ് മുമ്പത്തെ സ്വഭാവമാണെങ്കിൽ അവിടെ വലിച്ചെറിഞ്ഞിട്ട് സ്ഥലം വിട്ടത്. പത്രക്കാർ മുഴുവൻ ഒരുപാട് ചാനലുകാരെല്ലാം ഉണ്ട്. വലിയ ഉത്സവമായിരുന്നു കേട്ടോ കോട്ടയത്ത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ശില്പം കാണാൻ പോകണം. അപ്പം തിരുവഞ്ചൂരിൻ്റെ നിയോജക മണ്ഡലമാണ് കോട്ടയം. അവിടുത്തെ അദ്ദേഹത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. MLA എന്ന ഇടയിൽ ഒന്ന് കാണാനും വിചാരിക്കും. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം പോലും തിരിഞ്ഞു നോക്കിയില്ല. ഉമ്മൻചാണ്ടിക്ക് തിരിഞ്ഞു നോക്കിയില്ല. നേരെ കാറിൽ കയറിപ്പോയി. എനിക്ക് സന്തോഷം തോന്നി. എന്തറിയോ, ഇത് അശുദ്ധമാക്കാതിരുന്നല്ലോ എൻ്റെ ശില്പത്തെ. താൻ നിർമ്മിക്കുന്ന ശില്പങ്ങൾ തന്റെ മകളാണെന്നും പറഞ്ഞാണ് കാനായി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരുവനന്തപുരത്ത് കേരള സർവകലാശാല യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം. KSUക്കാർ SFI പ്രവർത്തകരെ മർദ്ദിച്ച ശേഷം MLA ഹോസ്റ്റലിനകത്ത് തമ്പടിച്ചു. KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാർച്ച് നടത്തിയ SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംഭവസ്ഥലത്തെത്തി 56ഓളം KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള സർവകലാശാല യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പിനിടെയാണ് SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. SFI പ്രവർത്തകരെ മർദ്ദിച്ച ശേഷം KSU പ്രവർത്തകർ MLA ഹോസ്റ്റലിൽ ഒളിക്കുകയായിരുന്നു. പിന്നീട് MLA ഹോസ്റ്റലിലെ ക്യാൻറ്റീനിലേക്ക് പോകുകയായിരുന്ന SFI വനിതാ UECമാരെയും KSU പ്രവർത്തകർ മർദ്ദിച്ചു. ഇതറിഞ്ഞെത്തിയ SFI പ്രവർത്തകരെ MLA ഹോസ്റ്റൽ കവാടത്തിൽ പോലീസ് തടയുകയും മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SFI പ്രവർത്തകർ MLA ഹോസ്റ്റലിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. MLA ഹോസ്റ്റലിൽ KSU പ്രവർത്തകരെ ഒളിപ്പിച്ചത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്നും അക്രമകാരികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും സ്ഥലത്തെത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. MLAമാരുടെ സുരക്ഷത്തിന് ഭീഷണി ഉയർത്തക്ക വിധത്തിലാണ് ഈ അക്രമം നടത്തിയ ആളുകൾ കോൺഗ്രസ് MLAമാരുടെ റൂമുകളിൽ കയറിയിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെ കർശനമായ നടപടി നേരത്തെ സ്വീകരിച്ചതാണ്. ഇപ്പോൾ അതെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ അക്രമകാരികൾ MLA ക്വാർട്ടേഴ്സിൽ കയറി ഇപ്പോൾ ഒളിഞ്ഞിരിക്കുന്നത്. പിന്നീട് SFI പ്രവർത്തകരെ മർദ്ദിച്ചവരെ MLA ഹോസ്റ്റലിൽ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. 56 KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹൈബി ഈഡന്റേതുൾപ്പെടെയുള്ള കോൺഗ്രസ് MLAമാരുടെ ക്വാർട്ടേഴ്സുകളിലാണ് ഇവർ ഒളിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കേരള സർവകലാശാല സെനറ്റ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ SFI AISF സഖ്യത്തിന് ഉജ്ജ്വല വിജയം. ചെയർമാനായി SR ആര്യയും ജനറൽ സെക്രട്ടറിയായി B നിയാസും തെരഞ്ഞെടുക്കപ്പെട്ടു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 14-ൽ 11 സീറ്റും SFI നേടി. AISF 1 സീറ്റും കരസ്ഥമാക്കി. അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ 5-ൽ 3 സീറ്റും SFI നേടി. സെനറ്റ് തെരഞ്ഞെടുപ്പിൽ 10-ൽ 5 സീറ്റ് SFIയും 1 സീറ്റ് AISFും കരസ്ഥമാക്കി. സ്റ്റുഡന്റ് കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 10-ൽ 8 സീറ്റുകളിലും SFI ഭൂരിപക്ഷം നേടി.